ശ്രീ എം എ നിഷാദ്, ഈ അൻസിബയുടെ പരാതി അത് നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല അൻസിബ പരസ്യമായി തന്നെ പറഞ്ഞു ടിനി ടോം ഒരു സാമൂഹിക വിപത്താണെന്ന്. അതിൻ്റെ മെറിറ്റ് എന്താ ആയാലും അത് അന്വേഷിച്ച് അതിൻ്റെ കുറ്റവാളികളെ, ആരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. ആ പക്വതയിലേക്ക് നാം പോവുകയാണ്. പക്ഷേ ടിനി ടോമിനെതിരെ കേസെടുക്കാമെന്ന് കോടതി പറയുമ്പോൾ ഇതുവരെ കേസെടുക്കാനാകില്ല എന്നായിരുന്നു പോലീസിൻ്റെ വാദം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അത് പോലീസിന് തിരിച്ചടിയാകുന്നു. ഇത് തീർച്ചയായിട്ടും പോലീസിന് ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ രാഷ്ട്രീയ സ്വാധീനത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇതുപോലെയുള്ള അബ്സ്ട്രാക്റ്റുകളെ കണ്ട് കവാത്ത് മറക്കാൻ പോലീസുകാർ പാടില്ല. അത് കോടതി നിരീക്ഷിച്ച് കോടതി അതിനകത്ത് ശരിക്കും നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് പറയുമ്പോൾ പ്രൈമാ ഫേഷ്യ കേസെടുക്കേണ്ട വിഷയത്തെ അതിനെ ലഘൂകരിച്ചുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം. ഒന്ന്. രണ്ട്, ഈ ടിനി ടോം എന്നുള്ള ഒരു വ്യക്തി ഒരു സാമൂഹ്യ വിപത്താണെന്ന് അൻസിബ പറയുന്നതിന് എത്രയോ നാല് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാലാകാലങ്ങളിൽ അയാളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ അധ്യക്ഷരെ. അപ്പോ സ്വാഭാവികമായിട്ടും അയാൾ എല്ലാ വിഭാഗത്തിലെ ആളുകളും ഞാൻ ഇന്ന ആളുടെ ആളാണ്, ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സജി ചെറിയാൻ സാറിന്റെ അവിടെ പോയിട്ട് കുറെ വർത്താനം പറഞ്ഞു, ഇവിടെ വരുമ്പോ ഇങ്ങനെ വരുന്നു, അങ്ങനെ ഇയാള് ഒരു യാതൊരു നിലപാടും ഇല്ലാതെ അതോടൊപ്പം തന്നെ ഒരു ചീഫ് എക്സിബിഷനിസ്റ്റ് ആയിട്ട് മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും കുറെ നാളുകളായിട്ട് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അത് അക്കൗണ്ടബിൾ ആണ്. അത് നമ്മൾ പബ്ലിക് ഓഡിറ്റിന് വിധേയമാവും. അൻസിബ എന്ന് പറഞ്ഞ ധീരയായ ഒരു പെൺകുട്ടി അവക്കുണ്ടായ മാനസികമായ വ്യഥകളും അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തതിന് ധൈര്യമായിട്ട് തന്നെ അതിനെ പരാതിപ്പെടുകയും ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ട് നിയമപരമായി നടക്കുന്ന ബഹുമാനപ്പെട്ട കോടതി ഇന്നൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്, കേസെടുക്കണം. അപ്പൊ കേസെടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയ അയാൾ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു വർഗീയ പരാമർശം നടത്തുന്ന ടിനി ടോമിനെ പോലുള്ള അബ്സ്ട്രാക്റ്റുകളെ മലയാള സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അതാണ് കാരണം വലിയ അടയാളപ്പെടുത്തുന്ന ഒരു സംഭാവന നൽകിയ വ്യക്തിയൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു കാര്യം പ്രധാനപ്പെട്ട ഒന്ന് ശ്രീ എം എ നിഷാദ് പരിശോധിക്കേണ്ട, കാരണം ഇങ്ങനെയുള്ള ഇടം ഇത് ഈ കേസുമായിട്ടല്ല, ജനറലി പൊതു ഇടങ്ങളിൽ ഇത്തരത്തിൽ വ്യക്തികളുടെ മതവും ജാതിയും നോക്കി പരാമർശിക്കുന്ന ഒരു കൾച്ചറിലേക്ക് ഒരിക്കലും നാം മാറാൻ പാടില്ല. പ്രത്യേകിച്ച് പരിഷ്കൃത സമൂഹം, ആധുനിക ജനാധിപത്യ സമൂഹം, പ്രത്യേകിച്ച് സിനിമാ മേഖല, സാമൂഹിക വിപ്ലവത്തിന് ഉഗ്രനായ ഒരു മാർഗം സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക ഇടത്ത് ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം ചർച്ചകളൊക്കെ മ്ലേച്ഛമാണ്. ഈ കോടതിയിൽ നടക്കുന്ന ഈ ഫൈറ്റ് പോലും യഥാർത്ഥത്തിൽ ടിനി ടോം എന്നതിനപ്പുറത്തേക്ക് അത്തരം സമീപനങ്ങൾക്കെതിരെ കൂടിയുള്ള ഒരു യുദ്ധമാകണം. അങ്ങനെയാണ് ഇതിനെ ജനറലി കാണാനുമാകുന്നത്. ഒരു രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ എം എ നിഷാദിനോട് ചോദിക്കുന്നത്. ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അല്ല, ഞാൻ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു പൊതുസമൂഹത്തിൽ വർക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ പയറ്റുന്ന ഈ വർഗീയ വിഷം വമിക്കുന്ന വിഷയം നമ്മുടെ സാക്ഷര കേരളം എന്ന് നമ്മളെപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തിന് അപമാനമാണ് ഇത്തരം ആളുകൾ. ഇത് കലാകാരന്മാർ എന്ന് പറയുമ്പോൾ യഥാർത്ഥ കലാകാരന്മാർ ഒരിക്കലും വർഗീയവാദികളാവില്ല. അത് ആദ്യം മനസ്സിലാക്കണം. യഥാർത്ഥ കലാകാരന്മാരെന്നോ കലാകാരെന്നോ ഇത്ര മ്ലേച്ഛമായ ഭാഷ വരില്ല, അതും മനസ്സിലാക്കണം. അപ്പം യഥാർത്ഥത്തിൽ ഈ കുമിളകൾക്ക്, അതായത് ഒരിക്കലും അർഹതപ്പെടാത്ത കാര്യങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കുമിളകൾ നടത്തുന്ന ഇത്തരം ജൽപ്പനങ്ങൾ, അത് മലയാള സിനിമയിലെയും കലാരംഗത്തുള്ളവരും പൊതുസമൂഹവും മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, പൊതു ഇടങ്ങളിൽ നിന്നും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് മിനിമം കാര്യം ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഈ സാംസ്കാരിക പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ ചെയ്യേണ്ടത്. കാരണം സിനിമാ രംഗത്തോ മറ്റു കലാസൃഷ്ടികളിലോ ഒരു തരത്തിൽ ഉള്ള യാതൊരു തരത്തിലുള്ള ഒരു സംഭാവനയും ചെയ്യാത്ത വ്യക്തികളെ ഇത്രമാത്രം ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനായി കാണാൻ കഴിയാത്തവരെ ജാതിയുടെയും മറ്റും കാര്യം പറഞ്ഞ് വെറുപ്പ് പറയുന്ന ഒരു പ്രവണത വടക്കേ ഇന്ത്യയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ ഇത് സാക്ഷര കേരളമാണ്. കേരളത്തിലെ 90% ജനങ്ങളും മതനിരപേക്ഷയിൽ വിശ്വസിക്കുന്നതും മതേതരവാദികളുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അയാളിപ്പോ വേറെ ഒന്നിനും ഇല്ല. പക്ഷെ ടിനി ടോം എന്ന് പറയുന്ന
ഒരു വ്യക്തി ഇതിലൊരു വലിയ ഒഫൻസ് ഉണ്ടല്ലോ, അയാൾക്കെതിരെ നടപടിയെടുക്കുന്ന സംഘടനാപരമല്ല, ഇതിലൊരു വലിയ ഒഫൻസ് ഉണ്ട്. അങ്ങനെ പാടില്ലല്ലോ ഒരു വ്യക്തി ഹത്യ. പാടില്ല ഒഫൻസ്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു വന്നത്, അങ്ങേർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം. കാര്യം മറ്റൊന്നുമല്ല, ഇത്തരം ആളുകൾ ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ മറ്റുള്ളവർ ജാഗരൂകരം, ഭയം വേണം. നിയമം എപ്പോ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതൊരു ഭയം വേണം. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതിന് ഞാൻ അൻസിബിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ആ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തു. അപ്പൊ ഞാനൊക്കെ അൻസിബിയുടെ ഒപ്പം തന്നെയാണ്. ഇനി എന്ത് വിഷയമുണ്ടെങ്കിലും അൻസിബിയോടൊപ്പം ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് അമ്മ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ തീർച്ചയായിട്ടും ടിനി ടോം എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം കുറച്ചും കൂടിയൊക്കെ സമൂഹത്തിനോട് പ്രതിബദ്ധത വേണം, മാന്യമായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. തീർച്ചയായിട്ടും കോടതി അതിന്റെ രീതിയിൽ തന്നെ, അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. പൊതുസമൂഹം ഇത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.